ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ 2023 എന്ന വർഷം പൂർത്തിയാകുമ്പോൾ ലാലേട്ടന് 2023 എന്ന വർഷം എത്രത്തോളം മികച്ചു നിൽക്കുന്നു, സക്സസ് റേറ്റ് എത്രത്തോളം ഉണ്ട്, വിജയിച്ച സിനിമകൾ എത്ര, പരാജയപ്പെട്ട സിനിമകൾ എത്ര തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 2023 എന്ന സിനിമയെ ആകെ മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ലാലേട്ടൻ അഭിനയിച്ച ഭാഗമായ 4 സിനിമകൾ ഈ വർഷം റിലീസ് ചെയ്യുകയുണ്ടായി. അതിൽ ആദ്യ മാസം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ, ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ എലോൺ എന്ന ലാലേട്ടൻ മാത്രം അഭിനയിച്ച സിനിമ നിരാശപ്പെടുത്തി ഒഴിച്ചാൽ മറ്റെല്ലാ സിനിമകളും സക്സസ് ആകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 75% സക്സസ് റേറ്റ് ഉള്ള ഒരു വർഷമായിട്ട് 2023 മാറിയിരിക്കുകയാണ്. സമീപകാലത്ത് ലാലേട്ടന്റെ മികച്ചൊരു വർഷമായിട്ട് 2023 മാറിയെന്ന് നിസ്സംശയം പറയാം. എലോൺ എന്ന സിനിമ ഡിസാസ്റ്റർ ആണെങ്കിൽ അതിന് പിന്നാലെ ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ സ്ഫടികം എന്ന സിനിമയുടെ റീ റിലീസ് മലയാളം സിനിമയ്ക്ക് ലഭ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ്. ഒരു റീ റിലീസ് മലയാളം സിനിമയുടെ ആദ്യത്തെ 1 കോടി, 2 കോടി, 3 കോടി, 4 കോടി എന്നിങ്ങനെ കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുത്ത സിനിമയായിരുന്നു ഭദ്രൻ സംവിധാനം ചെയ്ത സ്ഫടികം. ഒരു OTT മെറ്റീരിയൽ കൂടിയായി എലോൺ എന്ന സിനിമ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ വർഷത്തിലെ ലാലേട്ടന്റെ അടുത്തൊരു പ്രധാനപ്പെട്ട സിനിമയായിരുന്നു ലാലേട്ടൻ ഒരു ഗസ്റ്റ് കാമിയോ റോളിലെത്തിയ, രജനികാന്ത് നായകനെത്തിയ തമിഴ് സിനിമ കൂടിയായ ജയിലർ. സിനിമ കേരളത്തിലടക്കം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുക്കുന്ന, ഏറ്റവും ഉയർന്ന തമിഴ് സിനിമയുടെ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് മാറുകയുണ്ടായി. സിനിമയിലെ ലാലേട്ടന്റെ മാസ് കഥാപാത്രത്തിനും എങ്ങും മികച്ച അഭിപ്രായങ്ങൾ, അതും കേരളത്തിന് പുറത്തും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. ജയിലറിന് പിന്നാലെ ലാലേട്ടന്റെ മറ്റൊരു പ്രധാനപ്പെട്ട റിലീസ് ആയിരുന്നു ലാലേട്ടൻ നായകനെ എത്തിയ, ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേരിൻ്റേത്. ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ക്രിസ്മസ് വിന്നറായി മാറുക മാത്രമല്ല, ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് പോലും ഇപ്പോഴത്തെ 60 കോടിക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത് തരംഗമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്വാർട്ടർ റൂം ഡ്രാമ വെച്ച് ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവൽ കളക്ഷൻ. ഒപ്പം തന്നെ ലാലേട്ടന്റെ കിടിലൻ മാസ് മറുപടിയാണ് വിമർശകർക്ക് എന്ന് നിസ്സംശയം പറയാം. 100% OTT മെറ്റീരിയൽ എന്നൊക്കെ പറയാവുന്ന എലോണിന്റെ ഫൈനൽ കളക്ഷൻ വെച്ച് ലാലേട്ടന്റെ സ്റ്റാർഡം അളന്നവർക്ക് വലിയ രീതിയിലുള്ള മറുപടിയാണ് നേര് എന്ന സിനിമയിലൂടെ ലാലേട്ടൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിന്റെ എക്സ്ട്രീം വെർഷനാണ് അടുത്ത മാസം നാം കാണാനായിട്ടിരിക്കുന്നത് എന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. എലോൺ തിയേറ്ററുകളിൽ ഒരു ഡിസാസ്റ്റർ ആണെങ്കിൽ പോലും സിനിമ OTT ബിസിനസ്, സാറ്റലൈറ്റ് ബിസിനസ്സിലൂടെ എല്ലാം തന്നെ നല്ല ലാഭം നേടിയെടുത്ത സിനിമയാണ്. ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ പല പ്രമുഖ താരങ്ങളുടെയും വിജയിച്ച സിനിമകൾ, അവാർഡ് നേടിയെടുത്ത സിനിമകൾ പോലും സാറ്റലൈറ്റ് എടുക്കാനായിട്ട് ആളില്ലാത്ത സമയത്താണ് എലോൺ പോലെ ഒരു OTT മെറ്റീരിയൽ സിനിമയെല്ലാം തന്നെ TV-ക്കാർ സ്വന്തമാക്കുന്നത്, ഒപ്പം തന്നെ സംരക്ഷണം ചെയ്യുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ എലോൺ മാറ്റി നിർത്തിയ ലാലേട്ടന്റെ മികച്ചൊരു വർഷമായിട്ട് 2023 ഒരിക്കൽ കൂടി മാറുകയാണ്. നേര് എന്ന സിനിമയുടെ വിജയം അദ്ദേഹത്തിന്റെ നിലവിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന, വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന, ഇനി പ്രീ പ്രൊഡക്ഷൻ നടക്കാനായിട്ടിരിക്കുന്ന സിനിമകൾക്കെല്ലാം തന്നെ ഒരു വലിയൊരു സൂചന നൽകുന്നുണ്ട്. ലാലേട്ടന്റെ ഏത് ജോണറിലുള്ള സിനിമയാണെങ്കിലും അതുമായി തിയേറ്ററുകളിലേക്ക് വന്ന് അത് പോസിറ്റീവ് അഭിപ്രായങ്ങൾ ആദ്യ ദിവസം നേടിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 50 കോടി കളക്ഷൻ മിനിമം ഗ്യാരണ്ടി ഉള്ള താരമായിട്ട് ലാലേട്ടൻ മാറിയിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ഈ ക്വാർട്ടർ റൂം ഡ്രാമ സിനിമയെല്ലാം തന്നെ ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ 2024 തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മലക്കോട്ടെ വാലിബൻ, ബറോസ്, വൃഷഭ ഉൾപ്പെടെയുള്ള, റാം ഉൾപ്പെടെയുള്ള സിനിമകളെല്ലാം തന്നെ പോസിറ്റീവ് ലഭ്യമാകുകയാണെങ്കിൽ ഏത് ലെവലിലേക്ക് പോകുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. എന്തായാലും ലാലേട്ടന്റെ വർഷമായിട്ട് 2024 മാറട്ടെ എന്ന് ആശംസിക്കാം. അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ലാലേട്ടന്റെ ആരാധകർക്ക് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. കാരണം ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കളക്ഷൻ റിപ്പോർട്ട് അതേ രീതിയിൽ പ്രേക്ഷകരെ അറിയിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പറയണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന കമന്റുകളില്ല. ഒപ്പം തന്നെ ഒരു സിനിമ ഡിസാസ്റ്റർ ആണെന്ന് പറയുമ്പോൾ അത് ഡിസാസ്റ്റർ ആണെന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം കാണിച്ചതിന് എല്ലാ ആരാധകരോടും പ്രത്യേകം നന്ദി പറയുന്നു. അങ്ങനെയുള്ള ബോധമൊന്നും തന്നെ കാണിക്കാത്ത ചില ആരാധകർ ഇവിടെയുണ്ട്. അവർ നമുക്ക് എപ്പോഴും ഭീഷണി ഉയർത്തുന്നുണ്ട്. പക്ഷെ അതിനുള്ള കൃത്യമായ മറുപടി പല വീഡിയോകളിലൂടെ നാം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. എന്തായാലും അവസാനമായിട്ട് ലാലേട്ടന് കൂടി വലിയൊരു നന്ദി അറിയിക്കുകയാണ്. വരുന്ന വർഷം ഏറ്റവും മികച്ചൊരു വർഷം ലാലേട്ടനാകും, ഒപ്പം തന്നെ നമ്മുടെ ചാനലിനുമാകുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾ കേട്ടാം.